അമീർ ഫൈസ് മദീനയുടേത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ നബിയ്യ ബഅദ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളൊരു പരിശുദ്ധമായ മക്ക സിയാറത്ത്, അതായത് മക്കയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരുമിച്ച് കൂടിയത്. അത് തുടങ്ങുന്നത് തന്നെ ഒരു ഉമ്മയെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സൗജാത്തിൽപ്പെട്ട ഭാര്യമാരിൽപ്പെട്ട ഒരാളെ സിയാറത്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ ഒന്ന് തുടങ്ങാതിരുന്നു. തുടങ്ങുന്നതിന് ഒരു ഇതിൻ്റെ ഒരു മര്യാദക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാദി ഷരീഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നവാരിയ എന്നാണ് പുതിയ പേര്, പക്ഷേ ഇതിന് കിതാബുകളിലൊക്കെ വാദി ഷരീഫ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുക. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പരിശുദ്ധ മക്ക മദീന വഴിയിലാണ് ഇതിൽ. പഴയ കാലത്ത് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന മക്ക മദീന വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ എല്ലാവരും വഫാത്തായി കിടക്കുന്നത് എവിടെയാണ്? മദീനയിലാണ്. ഒരാളൊഴികെ ഖദീജ ബീവി മാത്രമാണ് എന്തെങ്കിലും മക്കയിലുള്ളത്. എന്നാൽ മക്കൾക്കും മദീനക്കും ഇടയിലും ഒരാളുണ്ട്. അവരാണ് ഈ കിടക്കുന്ന മൈമൂന ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മ. ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവർ വഫാത്തായി കിടക്കുന്നു എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കല്യാണം നടന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വാദി ഷരീഫ് എന്ന് പറയുന്നത്. എപ്പോഴായിരുന്നു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അവസാനത്തെ കല്യാണം എന്ന് പറയുന്നത് ഹിജ്റ ഒരു 7-ാം വർഷത്തിലാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉംറക്കായിട്ട് വരികയും അങ്ങനെ ഉംറ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ മൈമൂന ബീവിയെ ഏറ്റവും അവസാനമായിട്ട്, അതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി കല്യാണം അയച്ചിട്ടില്ല. റസൂലുള്ളാഹി ഏറ്റവും അവസാനമായിട്ട് കല്യാണം അയച്ച ആളാരാണ്? ഈ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. അവരെ കല്യാണം അയക്കുന്ന ഒരു ഉംറ കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് പോകുന്ന ഇവിടെ വെച്ചിട്ടാണ് അവരെ കല്യാണം അയക്കുന്നത്. കല്യാണം അയച്ചു എന്ന് മാത്രമല്ല, കല്യാണം അയച്ചതിന് ശേഷം പിന്നെ അവർ മദീനയിലേക്ക് പോവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും പിന്നെ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക്, ചില രൂപത്തിലാണ് 40 വർഷങ്ങൾക്ക് ശേഷം ഈ മൈമൂന ബീവി ഒരു ഹജ്ജിനായിട്ട് ഇങ്ങോട്ട് വരികയാണ്. മദീനയിൽ നിന്ന് വന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഇതേ സ്ഥലത്തെത്തിയ സമയത്ത് എന്ത് ചെയ്തു? അവർക്ക് സക്രാത്തിന്റെ അവസ്ഥ ആരംഭിക്കുകയും അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കല്യാണം അയച്ച് ഇവിടെ വെച്ചിട്ടാണ്, അതുകൊണ്ട് ഞാൻ വഫാത്തായ തന്നെ ഇവിടെ തന്നെ എന്നെ മറവ് ചെയ്യണം. അതായത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ചരിത്രമാണ്. അതായത് എവിടെ വെച്ചാണോ അള്ളാഹുവിന്റെ റസൂൽ അവരെ കല്യാണം അയക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് വഫാത്താവാനുള്ള ഒരു അവസരം, അതായത് അതേ സ്ഥലത്ത് തന്നെ വഫാത്തായി എന്നുള്ളൊരു പ്രത്യേകത കൂടെയുള്ള ആളാണ് ആര്? മൈമൂന ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. ഇവർ യഥാർത്ഥ പേര് ബർറ എന്നായിരുന്നു. പിന്നീട് റസൂലുള്ളാഹിനെ കല്യാണം അയച്ചതിന് ശേഷമാണ് അവർക്ക് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ എന്ന പേര് മാറ്റിയത്. ഇവർ വഫാത്തായ സമയത്ത് മതി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആളും ഏറ്റവും കുടുംബബന്ധം ചേർക്കുന്ന ആളും എന്തായി? വഫാത്തായി പോയി എന്ന് ആയിഷ ബീവി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ എല്ലാവരെയും കുടുംബബന്ധമൊക്കെ ചേർത്തുന്ന ഭയങ്കര തഖ്വയുള്ള ഒരാളായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്. റസൂലുള്ളാഹിന്റെ കല്യാണം നടന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒരാൾ കല്യാണം അതേ സ്ഥലത്ത് തന്നെ വഫാത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവരെ ഇവിടെയാണ് മറവ് ചെയ്തത്. സത്യത്തിൽ ഒരു ഖബർസ്ഥാനൊന്നും അല്ല, കാരണം അവർ ഈ യാത്രയിൽ വഫാത്തായതുകൊണ്ട് തന്നെ അവരുടെ ഒരു വസിയത്തായിരുന്നു എന്നെ റസൂലുള്ളാഹി കല്യാണം അയച്ച് അതേ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണം. അങ്ങനെയാണ് എന്ത് ചെയ്ത് അവരെ ഈ മക്ക മദീന വഴിയിൽ വാദി ഷരീഫ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്ത് അവരെ ഇതായി. അതുപോലെ തന്നെ ഈ ഒരു വാദി ഷരീഫിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. നമ്മൾ ആയിഷ പള്ളിയില്ലോ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ച് ആ പള്ളിൻ്റെ ചരിത്രത്തിനും ഈ സ്ഥലമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ, റസൂലുള്ളാഹി ജീവിതത്തിൽ ആകെ ഒറ്റ ഹജ്ജും 4 ഉംറയാണ് ചെയ്തിട്ടുള്ളത്. ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു. ഒറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജിന് മദീനയിൽ നിന്ന് വരുന്ന സമയത്ത് 1 ലക്ഷത്തിൽ പരം സഹാബത്ത് കൂടെ ഉണ്ട്. അതേപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആരൊക്കെ ഹയാത്തുണ്ടോ അവരൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. ഈ വാദി ഷരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ ഇത് സത്യത്തിൽ ഒരു സത്രമാണ്. അതായത് പഴയ കാലത്തൊക്കെ മക്ക മദീനയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം ഒട്ടകപ്പുറത്ത് നടന്നുകൊണ്ടും കുതിരപ്പുറത്തൊക്കെയാണ് പഴയ കാലത്തെ യാത്ര. അപ്പോൾ അവർ ഒരു ദിവസം രാവിലെ പകല് യാത്ര ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് പെട്ടൊരു സ്ഥലമാണ് ഇത്. കാരണം സത്രങ്ങളായിരിക്കും. ഓരോ യാത്രയിൽ ഓരോരോ ഏരിയകൾ കവർ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇനി ഇവിടുന്ന് 20 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്, മക്കയിലേക്കുള്ളത്, അതായത് ഹറമിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും അവസാനമായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ഇറക്കം ഇവിടെ ഇറങ്ങുക ആയിഷ പള്ളിയിൽ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ച് അവിടെയാണ് ഇറങ്ങുക. അപ്പോൾ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഈ 1 ലക്ഷത്തിൽ പരം സഹാബത്തും റസൂലുള്ളാഹിയും ഭാര്യമാരും എല്ലാവരും ഇവിടെ ഇറങ്ങി. അങ്ങനെ റസൂലുള്ളാഹി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും ടെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ആയിഷ ബീവി ഇവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാലയ്ക്ക് ആയിഷ എന്ത് പറ്റി, എന്തിനാണ് ഈ കരയുന്നത്, എന്താ പ്രശ്നം? അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി എനിക്ക് എന്ത് ഇതിൻ്റെ അശുദ്ധി തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ഹജ്ജിനായിട്ട് ആഗ്രഹിച്ചു വരുവാണ് മക്കയിൽ നിന്ന് ഇത്രയും ആൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അവർക്ക് അശുദ്ധി തുടങ്ങുന്നത്. അപ്പോൾ അവർ വിചാരിച്ചത് അശുദ്ധി തുടങ്ങിയോടുകൂടി ഹജ്ജൊക്കെ ഇതായി പോയി, എനിക്ക് മിസ്സാവും എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അവർ കരയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരയേണ്ട ആവശ്യമില്ല. അതെന്താണ്? ബനാത്തു ആദമിന്റെ പെൺകുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള സംഭവമാണ്. എന്ത് ചെയ്യുക? ഞങ്ങളെ കൂടെ ഉംറക്ക് ഇഹ്റാം ചെയ്യും, അല്ല ഹജ്ജിനും ഇതിനൊക്കെ ഇഹ്റാം ചെയ്യും. പക്ഷെ എന്ത് ചെയ്യരുത്? മക്കയിലെത്തിയിട്ട് ഹറമിലേക്ക് വരരുത്, കാബയിലേക്കോ അല്ലെങ്കിൽ തവാഫ് ചെയ്യാനോ വരരുത്. കാരണം അത് ശുദ്ധിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല.
ഞങ്ങളെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഹറമിൽ കയറുന്ന ഒഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, മക്കയിലിരിക്കുക, എപ്പോഴാണോ ശുദ്ധിയാകുന്നത് അപ്പോൾ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ ആയിഷ ബീവിനോട് സമാധാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്നാണ് ഹജ്ജിന് കൊണ്ടുവന്നത്. അങ്ങനെ മക്കയിലെത്തിയ റസൂലുള്ളാഹി സഹാബത്തും ഹജ്ജിൻ്റെ സമയത്ത് ആദ്യം ചെന്നിട്ട് എന്ത് ചെയ്തു, ഉംറ ചെയ്തു. പിന്നെ കാത്തിരുന്നു, ഹജ്ജിൻ്റെ സമയമായപ്പോൾ എന്ത് ചെയ്തു, ഹജ്ജ് ചെയ്തു. അപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തു, ആദ്യത്തെ ഉംറ ഇവർ ചെയ്യുന്ന സമയത്ത് അവർ അശുദ്ധിയിലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, ഉംറ ചെയ്തിരുന്നില്ല. പിന്നെ ഹജ്ജിൻ്റെ സമയമായപ്പോഴേക്കും അവർ ശുദ്ധിയാവുകയും അങ്ങനെ എന്ത് ചെയ്തു, ഹജ്ജ് റസൂലുള്ളാഹിൻ്റെ കൂടെ ചെയ്തു. അങ്ങനെ തിരിച്ചെന്ത് ചെയ്യാണ്, അവർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ കാണിച്ചതിന് ഇൻഷാ അല്ലാഹ് അവിടെ ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, ഇതേപോലെ ആയിഷ ബീവി വീണ്ടും കരച്ചിൽ. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഈ വീണ്ടും കരയുന്നത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലുള്ളാഹി നിങ്ങൾക്ക് എല്ലാവർക്കും 2 കൂലി ഇട്ട് എനിക്കൊരു കൂലി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതെന്താണ്, അതായത് ഈ മദീനയിൽ വന്ന എല്ലാവരും ആദ്യം ഉംറ ചെയ്തു, പിന്നെ ഹജ്ജ് ചെയ്തു. ഞാൻ ആ ഉംറ ചെയ്യുന്ന സമയത്ത് എനിക്ക് അശുദ്ധി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉംറ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും കിട്ടി ഉംറയും കിട്ടി, എനിക്ക് എന്തില്ല, ഹജ്ജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മോനാണ്, അതായത് ആയിഷ ബീവിൻ്റെ സഹോദരൻ. അപ്പോൾ ഇവരോട് നീ ഒരു ഒട്ടകത്തിനെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, ആയിഷ ബീവിനെ ഇന്നിപ്പോൾ നമ്മൾ നിസ്കരിച്ച പള്ളിയില്ല തന്നെ ആയിഷ പള്ളി, അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യിപ്പിക്കുക. കാരണം മക്കക്കാരുടെ ഒരു നിയമം എന്ന് വെച്ചാൽ ഇപ്പോൾ കാബൻ്റെ ചുറ്റുള്ള ഒരു ഏരിയ ഉണ്ട്, ഹറം എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഒരു ഏരിയ ഉണ്ട്. അതായത് പരിശുദ്ധ കാബ നടുവിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും, ചില ഭാഗത്തേക്ക് 25 കിലോമീറ്റർ, ചില ഭാഗത്ത് 15 കിലോമീറ്റർ, ചില ഭാഗത്തേക്ക് 6 കിലോമീറ്റർ, ഇങ്ങനെ ഒരു പ്രത്യേക അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ന് മക്ക ഉണ്ടാക്കി അന്ന് മലക്കുകളാണ് ആദ്യമായിട്ട് അത് അടയാളപ്പെടുത്തി. അതിന് ഹറം ബൗണ്ടറി എന്ന് പറയും. അത് ഏകദേശം ഒരു 1104ഓളം അടയാളങ്ങളുണ്ട്. അതായത് ഈ മലൻ്റെ മുകളിലും പുറത്തും അടിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ അടയാളം. ചില നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ബസ് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാം, ഹറം സ്റ്റാർട്ട് ഇയർ, ഹറം എൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ എന്ത് ചെയ്യണം, മക്കയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം, എന്ത് ചെയ്യേണ്ടത്, അയാളെ മക്കയുടെ പുറത്തേക്ക് പോകാൻ വേണ്ടി. അതായത് ഇപ്പോൾ നമുക്കൊക്കെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ മീക്കാത്തുകളുണ്ടാവും. അപ്പോൾ എത്രത്തോളം ഓരോരോ മീക്കാത്തുകൾ നിശ്ചയിച്ചു. പക്ഷേ മക്കാരായിട്ടുള്ള ആളുകൾ മീക്കാത്ത് എന്ന് വെച്ചാൽ മക്കയിൽ ജീവിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കയുടെ പുറത്തേക്ക് ഇറങ്ങും. പുറമെന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പുറം. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ള മക്കയിലാണെങ്കിലും ഹറമിലല്ല, ഹറം സ്റ്റാർട്ട് ചെയ്യുന്ന ആയിഷ പള്ളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരിക, ഇഹ്റാം ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, ഉള്ളിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ സഹോദരനായ അബ്ദുറഹ്മാൻ എന്നവരൊരു ഒട്ടകപ്പുറത്ത് കൊണ്ടുവരികയും ഇന്ന് ആയിഷ പള്ളിയില്ലാത്ത നെയ്മിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇഹ്റാം ചെയ്ത് തിരിച്ച് മക്കയിലേക്ക് പോയി അവിടുന്ന് എന്ത് ചെയ്തു, ഉംറ ചെയ്തു, റസൂലുള്ളാഹിന്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്കും കിട്ടി, ഒരു ഹജ്ജും കിട്ടി, ഒരു ഉംറയും കിട്ടിയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ അവർ തിരിച്ച് മദീനയിലേക്ക് പോയതാണ്. അപ്പോൾ ആ ഒരു പള്ളി ഉണ്ടാകുന്നില്ല. അന്ന് ആയിഷ ബീവി ഇഹ്റാം ചെയ്ത ആ സ്ഥലത്താണ് എന്തുള്ളത്, ഇന്ന് ആ പള്ളിയിൽ. അങ്ങനെയാണ് ആ പള്ളിക്ക് എന്ത് പേരിട്ട്, ആയിഷ മസ്ജിദ് എന്നുള്ള പേര് കിട്ടി. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സിയാറത്ത് ചെയ്യുക, ഒന്ന് സലാം പറയാം, നമുക്ക് പോകാം.